ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? ശരിക്കും നമ്മൾ ഈ പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ ദിവസങ്ങളും വളരെ സന്തോഷമുള്ളതായിരിക്കണം. കാരണം നമ്മൾ പൂക്കളെ കണ്ടുകൊണ്ടാണ് ഓരോ ദിവസങ്ങളും തുടങ്ങുന്നത്. പൂക്കൾ വിരിഞ്ഞോ, അതല്ലെങ്കിൽ കൊഴിഞ്ഞോ, അല്ലെങ്കിൽ അവരുടെ കളർ മങ്ങിയോ, അങ്ങനെ കുറേ സംശയങ്ങളുമായിട്ടാണ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരാറുള്ളത്. ഇത് ഞാൻ വെറുതെ പോട്ട് ചെയ്ത് വെച്ച കുറച്ച് ചെടികളാണ്. നമ്മുടെ നോമ്പ് മാസത്തിൽ നമുക്ക് സെയിലൊന്നും ഇല്ലാതിരുന്ന സമയത്ത് കുറച്ച് ചെടികളെല്ലാം പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റോസുകളെല്ലാമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇതെല്ലാം താഴെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ മേളിലോട്ട് കൊണ്ട് വെച്ചതിനേക്കാളും ഭംഗിയായിട്ട് താഴെ പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പെസ്റ്റിസൈഡ് ഇൻസെക്ടിസൈഡ് എല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ പ്ലാന്റ്സ് എല്ലാം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി പെസ്റ്റിൻ്റെ അറ്റാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അടീനിയങ്ങൾ കുഴപ്പമില്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ എല്ലാ തവണത്തെയും പോലെ എന്നെ വല്ലാതൊന്നും സന്തോഷിപ്പിച്ചിട്ടില്ല. പുതിയൊരു കാര്യം പറയാനുള്ളത്, ഇത് നമ്മുടെ കിഴുക്കുത്തിമുല്ല അല്ലെങ്കിൽ മൊസൈക്ക് മുല്ല എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്നറിയില്ല. ഇതിനിപ്പോൾ പരിഷ്കരിച്ചിട്ടുള്ളൊരു പേര് റങ്കോൺ ക്രീപ്പർ എന്നാണ്. അതിൻ്റെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്, നല്ലൊരു മണവും എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. മൾട്ടി പെറ്റലാണ്, നമ്മുടെ നോർമൽ വെറൈറ്റി അല്ല. അപ്പോൾ ഇത് കുറേ ആയി, കമ്പെല്ലാം പലരും അയച്ചു തന്നു, അതൊന്നും നട്ടിട്ട് പിടിച്ചില്ല. പിന്നെ ഞാനൊരു പ്ലാന്റ് വാങ്ങിയിട്ട് പിടിപ്പിച്ചെടുത്തതാണിത്. നമ്മളെപ്പോലെ നമ്മുടെ മക്കളും പൂക്കളെല്ലാം ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും അവരെയൊക്കെ പരിചരിച്ചും തലോടിയും ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ചെറിയൊരു ആശങ്കയുള്ളത്, പൂക്കളെ കാണുമ്പോൾ ബാധിക്കുന്നൊരു പ്രത്യേകതരം ഭ്രാന്ത് അവർക്കും ഉണ്ടാകുമല്ലോ എന്നോർത്തിട്ടാണ്. പിന്നെ ഒരു അപ്ഡേഷൻ ഉള്ളത്, നമ്മുടെ സെയിലിനുള്ള ഏതാനും വെറൈറ്റികളുടെ വില ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ബിവിച്ച് റോസ്, അതുപോലെ യെല്ലോ ക്ലൈംബർ, അതായത് ലേഡി ഹില്ലിങ്ടൺ, അതേപോലെ നമ്മുടെ ബേബി റൊമാൻറ്റിക്. അതായത് കുറച്ച് സൈസ്, അതായത് ഇതുവരെ അയച്ചുകൊണ്ടിരുന്നതിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് സൈസ് കുറവുള്ളത് കൊണ്ടാണ് ചെറിയൊരു വില വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ശരിക്കും നമുക്കത് വില കുറച്ച് കിട്ടിയിട്ടല്ല, തരുന്ന വിലയ്ക്കനുസരിച്ചുള്ള പ്ലാൻസാണ് കിട്ടിയത് എന്നറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം, നിങ്ങളുടെ കുറച്ച് വാക്കുകൾ, നല്ല വാക്കുകൾ, അതാണ് എൻ്റെ ഓരോ ദിവസത്തെ സന്തോഷം തീരുമാനിക്കുന്നത്. നമുക്ക് ചുറ്റും പോസിറ്റീവും ചിലപ്പോൾ നെഗറ്റീവ്സും ഉണ്ടാകാറുണ്ട്. നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? പോസിറ്റീവ്സ് മാത്രം എടുക്കുക, മുന്നോട്ട് പോവുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമ്മൾ പ്ലാന്റ്സ് ലവേഴ്സിന് എപ്പോഴും സാധിക്കും. കാരണം പൂക്കളെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ്. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു.